എൻ ശ്രീകുമാർ, ഇവിടെ ഷാനിബ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇയാൾ MLA ആയി നിയമസഭയിൽ വരാതിരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് കാണിക്കേണ്ടത്. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ കാരണം എന്താണോ ആ കാരണം നിലനിൽക്കുമ്പോൾ, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണോ ആ കാരണം നിലനിൽക്കുമ്പോൾ, അയാളെ MLA ആയി നിയമസഭയിൽ വരാൻ അനുവദിക്കാതിരിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്, അത് CPM പോലും അല്ല എന്നാണ് ഷാനിബ് പറഞ്ഞത്. യുക്തിപരമായിട്ടുള്ള ചോദ്യമല്ലേ ശ്രീകുമാർ? യുക്തിപരമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാൾ നിയമസഭയിൽ വരുമ്പോൾ അക്കാര്യത്തിൽ സ്പീക്കർക്ക് നടപടി എടുക്കാം. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ സ്പീക്കറാണ് തീരുമാനിക്കുന്നത് സഭയ്ക്കുള്ളിൽ. രണ്ടാമത്തെ കാര്യം, ഈ ഷാനിബ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ആരോപണ വിധേയരായ ഇടതുപക്ഷത്തുള്ള പ്രമുഖരെയും തടയേണ്ടി വരും. എല്ലാവരെയും തടയണം. അപ്പോൾ എല്ലാവരെയും തടയുമ്പോൾ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും തടയണം. അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് അങ്ങനെയാണെങ്കിൽ മറ്റവരെയും തടയട്ടെ. അപ്പോൾ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നില്ല, മറ്റവരെ അവർ കൊണ്ടുവരുന്നില്ല എന്നെന്താ പറയാത്തത്? നോക്കൂ ഡോക്ടർ അരുൺ, ഒരു രസകരമായ സംഭവം എന്താ അറിയുമോ? ഈ കോൺഗ്രസ് എടുത്ത തീരുമാനവും ഈ വിഷയവുമൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ ഒരു പാർട്ടിക്കാരനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണവും ഒരു BJP നേതാവിനെതിരായിട്ടുള്ള പീഡന പരാതിയും ഇടത് നേതാക്കൾക്കെതിരായുള്ള ലൈംഗിക ആരോപണമൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ അതൊക്കെ വേറെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേട്ടുകേഴ്വിയില്ലാത്തത് എന്നീ BJP CPM പറയുമ്പോഴാണ് ഈ പൊതുസമൂഹം ഇവരെ നോക്കിയിട്ട് പുച്ഛിക്കുന്നത്. ഒരു കാര്യത്തിൽ ഒന്നിലധികം പേർ ലൈംഗിക പീഡനം മാത്രമല്ല, അതിനകത്ത് ഗർഭഛിദ്രം അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതിനകത്ത് ഈ പറയുന്ന സ്റ്റാക്കിംഗ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്, സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്നതുണ്ട്. ഒന്നിലധികമാണ്, 10 ഞാൻ കേട്ടത്. ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. നോക്കൂ, 1 10 100 കോൺഗ്രസ് നടപടി എടുത്ത് പുറത്താക്കി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ നടപടി കഴിഞ്ഞു. ആ പാർട്ടിയിൽ ഇല്ല അദ്ദേഹം. പാർട്ടിയിൽ ഇല്ലാത്തതിനെക്കുറിച്ച് ഒരാളെ നമ്മൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. രാഹുലിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ നേതാക്കൾ നടത്തുന്നത്. ഇപ്പൊ നോക്കൂ, മറ്റു ചില നേതാക്കൾ ഇതിനകത്ത് കൃത്യമായ മൗനം പാലിക്കുന്നുണ്ടല്ലോ. എന്താണ് അടൂർ പ്രകാശും അതേപോലെ ഈ MM ഹസനും അടക്കമുള്ള നേതാക്കൾ ഇതിൽ പ്രതികരണം നടത്തുമ്പോഴല്ലേ ഈ പ്രശ്നമാവുന്നതും ആളുകൾക്ക് സംശയമുണ്ടാവുന്നതും? കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പായിരുന്നോ, ഇതായിരുന്നോ കോൺഗ്രസിന്റെ യഥാർത്ഥ നടപടി എന്ന് സംശയമുണ്ടാവുന്നത്? നോക്കൂ ഡോക്ടർ അരുൺ, ഞാൻ 5 മിനിറ്റ് മുമ്പല്ലേ ഞാൻ പറഞ്ഞത് ആ വ്യത്യാസം. താങ്കൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് എൻ്റെ സമയം കളയുന്നില്ല. ഇവിടെ നമ്മുടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5-10 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായം എടുത്ത് നോക്കുക. ഇവിടെ നമ്മുടെ BJPയുടെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ എന്താണ്, കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ വരുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇപ്പം തന്നെ ചർച്ച നടക്കുന്ന ഒരു ചാനലിലുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ജിൻഡോ ജോൺ എന്നാണ്. എല്ലാ ദിവസവും വരുന്നുണ്ട്. താങ്കൾ കാണാത്തത് നമ്മുടെ മറ്റുള്ളവരുടെ കുറ്റമല്ല, റിപ്പോർട്ടർ ചാനലിൽ വരുന്നില്ല. അതിന് കാരണം വേറെയാണ്. അതും താങ്കൾക്കറിയില്ലേ? താങ്കൾ സമകാലിക രാഷ്ട്രീയം കൃത്യമായി പഠിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് അതിൻ്റെ കാര്യം. കോൺഗ്രസ് നേതാക്കളൊക്കെ വരുന്നുണ്ട്, ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. 7:30 മണിക്കുള്ള ചർച്ച എടുത്ത് നോക്കിക്കോളൂ. ഞാൻ പേര് പറയാത്ത ഒരു ചാനലിൽ വന്നിരുന്നിട്ട് മറ്റൊരു ചാനലിലത്തെ ചർച്ച കാണൂ എന്ന് പറയുന്നത് രണ്ടാം തരം ആയതുകൊണ്ട് പറയാതിരിക്കുക. പിന്നെ അരുൺകുമാർ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം നോക്കൂ, ഇവിടെ കോൺഗ്രസിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെട്ടാൽ ആ ആൾ പുറത്ത് തന്നെയാണ്. പക്ഷേ ആ ആളെ ചുറ്റിപ്പറ്റി കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ മറ്റുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉത്തരവില്ലല്ലോ ഇവർക്ക്. ഇപ്പം ഡോക്ടറിന് എത്ര തവണ ചോദിച്ചു ബ്രിജഭൂഷണിൻ്റെ കാര്യം, എന്താ അവർക്ക് ഉത്തരവില്ലാത്തത്? കാരണം ഉത്തരം അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അരുൺകുമാറിൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ മറുപടിയുമാണ് ഇപ്പോൾ കോൺഗ്രസിന് കൂടുതൽ ബലം നൽകുന്നത്. കാരണം എന്താണ്, പൊതുജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിച്ചു. കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കിയില്ല അരുണേ. നിങ്ങൾ ആരോപിക്കുന്ന മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ന് പാർട്ടിയിലില്ല. അദ്ദേഹം നാളെ നിയമസഭയിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ കയറ്റണ്ടോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം, സംരക്ഷണം കൊടുക്കണോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പിന്നെ ഷാനിബ് പറഞ്ഞ പോലെ തടയും എന്ന് ഇടതുമുന്നണിക്കാർ പറയുന്നുണ്ടെങ്കിൽ അവർ LDF MLA തടയട്ടെ. എല്ലാവരും തടയാമല്ലോ, ഒരാളെ മാത്രം താനവിടെ നിൽക്കുക നിങ്ങൾ പോവാ എന്ന് പറഞ്ഞാൽ ശരി എങ്ങനെ ശരിയാ? ഒരാൾക്കെതിരെ കുറ്റപത്രം ഉണ്ടല്ലോ, കൊല്ലം MLAക്കെതിരെ കുറ്റപത്രമില്ലേ കോടതിയിൽ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് ചോദിക്കുന്നത് പരാതി ഉണ്ടോന്ന്. അല്ലാണ്ട് ഈ രാഹുലിനെ ന്യായീകരിക്കാനല്ല. ഇപ്പം ഞാൻ എന്തിനാണ് ഇന്നിവിടെ വന്നത്? ഞാൻ വന്നത് പക്ഷപാതിയായ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ കാര്യത്തെ, കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മറുരീതിയിലേക്ക് ചർച്ച ചെയ്ത് വഷളാക്കുന്നത് കാണുമ്പോൾ ആ കോൺഗ്രസിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ആരും ന്യായീകരിക്കില്ല. കോൺഗ്രസിൻ്റെ ഭാഗം പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? രാഷ്ട്രീയമാണ്. ഈ രാഹുൽ
രാഹുൽ മാങ്കൂട്ടം വിഷയം രാഷ്ട്രീയമാക്കി മാറ്റി. എങ്ങനെ രാഷ്ട്രീയമാക്കി മാറ്റിയത്? ഷാഫി പറമ്പിലിനെതിരായി, VD സതീശനെതിരായി. എന്തിനാ ഷാഫി പറമ്പിലിനെ തടഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വന്നാൽ കാലുകുത്തിക്കില്ലെന്നാണ് BJP പറയുന്നത്. അദ്ദേഹം ഒരു സ്വതന്ത്രനാണ്, അദ്ദേഹം ഇവിടുത്തെ MLA ആണ്, അദ്ദേഹം ഒരു പൗരനാണ്. അദ്ദേഹം അവിടെ വന്നാൽ കാല് കുത്തിക്കോ കുത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരാണോ തീരുമാനിക്കുക, പോലീസാണോ തീരുമാനിക്കുക? ഒരു MLA എന്ന നിലയ്ക്ക് രാജിവെക്കാത്രത്തോളം കാലം അയാളുടെ സംരക്ഷണം സ്റ്റേറ്റാണ് ഏറ്റെടുക്കേണ്ടത്. അതിനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഇറക്കാതിരിക്കുക. എന്തി പാലക്കാട്ട് മാത്രമേ ഇത്ര പ്രശ്നം? പാലക്കാട്ടേ ഉള്ളോ ഈ സ്ത്രീ പീഡനത്തിന്റെ ആ ഒരു ചുറ്റുവട്ടം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ ഈ ന്യായീകരണം പൊളിയുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണല്ലോ എന്ന് പറയുന്നത്. ആ ശരിയേ ആയല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ആവർത്തിച്ച് 10 മിനിറ്റ് കൊണ്ട് ഒരേ ചോദ്യം തന്നെ ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത എന്തുകൊണ്ടാ? പുറത്തൊക്കെ നടപടി എടുക്കാത്തതുകൊണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? നടപടി എടുത്തതുകൊണ്ട്. അതാണ് വ്യത്യാസം. Debate with Dr. Arun Kumar.